നസ്കർ ഒരേ സമയം കയ്യടിയും വിമർശനവും നേടിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒരു മാസത്തെ ഭരണം പൂർത്തിയാക്കിയത്. അമേരിക്കൻ ജനതയിൽ ഒരു വലിയ വിഭാഗത്തിന് ട്രംപിനോട് വലിയ തൃപ്തിയുണ്ട്. കാരണം ട്രംപ് പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചു കൊണ്ടുവരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്നതാണ്. മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ എത്തുന്നേയില്ല. എത്തുന്നവരെയൊക്കെ അപ്പോൾ തന്നെ സൈന്യം പൊക്കും, അവരെ നാടുകടത്തും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ തൃപ്തരാണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ട്രംപ് ശക്തമായ ചില നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാട് വിവാദമാകുന്നു. പലപ്പോഴും അമേരിക്ക എടുക്കുന്ന മിക്ക നിലപാടുകളും അത് ഏത് ഭരണകൂടമാണെങ്കിലും അമേരിക്കയുടെ മാത്രം താല്പര്യം സംരക്ഷിക്കാനുള്ളത്, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ, അമേരിക്കയുടെ ഏകശക്തി, ഇതൊക്കെ സംരക്ഷിക്കാനുള്ള നിലപാടാണ്. എന്നാൽ അത് വളരെ ഡിപ്ലോമാറ്റിക്കായി സ്നേഹം അഭിനയിച്ചുകൊണ്ടാണ് അവർ നടപ്പിലാക്കുന്നത്. ട്രംപിൻ്റെ വ്യത്യാസം, ട്രംപ് പൊതുവെ അമേരിക്കൻ പ്രസിഡന്റുമാർ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന നിലപാടുകളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് വളരെ റൂഡാണെന്ന് തോന്നുന്ന തരത്തിൽ നടപ്പിലാക്കുന്നു. ഇതാണ് ഏക വ്യത്യാസം. പക്ഷേ പലപ്പോഴും അതിര് കവിഞ്ഞു പോകുന്നു. പരമ്പരാഗതമായ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി എന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു അമേരിക്കയേക്കാൾ ബഹുദൂരം മുമ്പിൽ ശക്തി കേന്ദ്രങ്ങൾ. ഒരു 100 വർഷം മുമ്പ് നോർക്കണം. ഒന്നാം ലോകമഹായുദ്ധത്തോടെ അമേരിക്ക മേർജ് ചെയ്തു വരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തോടെ അത് പൂർത്തിയാകുന്നു. അതിനുശേഷം ഏതാണ്ട് 3/4 നൂറ്റാണ്ടിലധികമായി അമേരിക്കയുടെ ഉപഗ്രഹ രാജ്യങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങളിൽ മാറിപ്പോയി. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും അവരുമായി പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മാറി മാറി വന്നിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. എന്നാൽ ട്രംപ് അവരെ പൂർണ്ണമായും അവഗണിക്കുന്നു. ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ലെഫ്റ്റ് വോക്കിസം ബാധിച്ച യൂറോപ്യൻ ഭരണാധികാരികളെ ട്രംപ് അകറ്റി നിർത്തുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പലയിടങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത്. കൺസർവേറ്റീവ് രാഷ്ട്രീയം ഉയർത്തുന്നവരാണ്. അതായത് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമാനമായ രാഷ്ട്രീയ ചിന്താഗതികൾ ഉള്ളവരാണ് പലയിടങ്ങളിലും ഭരിക്കുന്നത്. പക്ഷേ ട്രംപ് ഒരു വിലയും ഈ രാജ്യങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല. അതിന് ഏറ്റവും ഒടുവിലത്തെ ഇര യുക്രൈനാണ്. ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചു, യുക്രൈൻ ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് ചെന്ന് ചാടിയത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും പിന്തുണ കൊണ്ടാണ്. അല്ലെങ്കിൽ റഷ്യ പോലൊരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ യുക്രൈൻ ആദ്യം തന്നെ സന്ധിക്ക് പോകുമായിരുന്നു. റഷ്യയുടെ മുമ്പിലുണ്ടായിരുന്ന ഏക പ്രശ്നം ക്രീമിയ അവർക്ക് സ്വന്തമായി വേണമെന്നതാണ്. അത് ന്യായമായിരുന്നു. കാരണം ക്രീമിയ പഴയ സോവിയറ്റ് യൂണിയന്റെ നാവിക താവളമാണ്. വളരെ തന്ത്രപരമായ ഒരു നാവിക താവളമാണ്. ലോകബന്ധങ്ങളിൽ വലിയ മാറ്റം വരുമ്പോൾ, ചൈന ഉയർന്നു വരുമ്പോൾ, അമേരിക്കയും ചൈനയും തമ്മിലുള്ള അകൽച്ച കൂടി വരുമ്പോൾ, സ്വാഭാവികമായും ശാക്തിക ചേരികളിൽ മാറ്റം വരുമ്പോൾ തങ്ങൾക്ക് യൂറോപ്പിലുള്ള നിയന്ത്രണം നിലനിർത്താൻ അവർക്ക് ക്രീമിയ നാവിക താവളത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമായിരുന്നു. അതുകൊണ്ടാണ് 2014 അവരത് പിടിച്ചെടുത്തത്. പക്ഷെ അതൊരിക്കലും യുക്രൈൻ സമ്മതിച്ചില്ല, സമ്മതിക്കാൻ പറ്റത്തുമില്ല. എന്നാൽ അത് വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമായിരുന്നു. നാറ്റോയിൽ ചേരാതിരുന്നാൽ തീരുന്ന പ്രശ്നം മാത്രമായിരുന്നു. ഈ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നാറ്റോയിൽ ചേരാൻ താല്പര്യം കാണിക്കുകയും നാറ്റോയിൽ എടുക്കാൻ ധൃതി പിടിച്ച നീക്കങ്ങൾ നടക്കുകയും ചെയ്തപ്പോഴാണ് റഷ്യ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോഴും തിരിച്ചടിക്കാൻ യുക്രൈൻ താല്പര്യം കാണിച്ചത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുണയ്ക്കും എന്ന വിശ്വാസത്തിലാണ്. അവർ പിന്തുണച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷവും ആയുധവും പണവും നൽകി സഹായിച്ചത് ഈ രാജ്യങ്ങളാണ്. എന്നാൽ ട്രംപ് പൊടുന്നനെ നിലപാട് മാറ്റുന്നു. ട്രംപും പുടിനുമായി നല്ല സൗഹൃദത്തിലാണ്. റഷ്യയെ പാശ്ചാത്യ ശക്തിയുടെ ഭാഗമായി നിലനിർത്താനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ട്രംപിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ അതായിരിക്കാം ഉചിതമായ തീരുമാനം. എന്നാൽ യുക്രൈനെ പൂർണ്ണമായും തേച്ചൊട്ടിച്ച് അവരുടെ മൗലികാവകാശങ്ങൾ വരെ ഇല്ലാതാക്കി, അവരുടെ 5 പ്രവിശ്യകൾ നഷ്ടപ്പെടുത്തി, അവരുടെ സുരക്ഷ ഒരു വലിയ ആശങ്കാചിഹ്നമാക്കി മുമ്പോട്ട് പോകുന്നത് ഉചിതമാണോ? എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ ഏതാണ്ട് തോറ്റ് പിന്മാറേണ്ടി വരുന്ന യുക്രൈനോട് യുദ്ധച്ചെലവായി $500 ബില്യൺ അമേരിക്കൻ ഡോളർ വേണം എന്നാവശ്യപ്പെടുന്നത് ഉചിതമാണോ? യുക്രൈൻ പറയുന്നത് 100 ബില്യണിൽ താഴെ മാത്രമേ അമേരിക്ക സഹായിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നാൽ ട്രംപ് പറയുന്നത് 350 ബില്യനാണ് അത് അവരുടെ കണക്കനുസരിച്ചെന്ന്. ഒരാൾ കടം കൊടുത്താൽ പോലും അതിൻ്റെ കണക്കുണ്ടാവണം. ട്രംപിൻ്റെ കണക്കും കടം വാങ്ങിയ യുക്രൈൻ്റെ കണക്കും 2ആണ്. ആ 350 ബില്യന് പലിശയടക്കം 500 ബില്യൺ ചോദിക്കുന്നു. അതിനുവേണ്ടി നിർബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റിനെ കൊണ്ട് കരാറിൽ ഒപ്പിടാൻ ട്രംപ് നിർബന്ധിക്കുന്നു. ട്രംപ് തൻ്റെ ട്രഷറി സെക്രട്ടറിയെ കീവിലേക്ക് അയച്ചു. കീവിൽ വന്ന് ഈ സാഹചര്യം ബോധ്യപ്പെടുത്തി. സെലൻസ്കി മനസ്സോടെ ഒപ്പിടാൻ വേണ്ടി അത് വായിച്ചു നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടു. അതായത് 500 ബില്യന്റെ സാമ്പത്തിക ഇടപാടുകൾ അമേരിക്കയെ ഒപ്പുവെക്കണം. അതിന് കാരണം പറയുന്നത് ഭാവിയിൽ യുക്രൈൻ സുരക്ഷിതമായിരിക്കുമെന്ന്
ഉറപ്പാക്കുക. റഷ്യ ഒരിക്കലും യുക്രൈനെ ആക്രമിക്കില്ല എന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു. എന്നാൽ അതിനുള്ള ക്ലോസ് ഇല്ല. അതായത് ഈ കരാറിൽ യുക്രൈന് സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല. അതേസമയം അമേരിക്കയുമായി അവരുടെ വിഭവങ്ങൾ, അവരുടെ ഇന്ധനം, അവരുടെ പ്രകൃതിവാതകം പങ്കിടുന്ന തരത്തിൽ ധാരണ ഉണ്ടാവുകയും ചെയ്യണം. പിടിച്ചു പറയും, അക്ഷരാർത്ഥത്തിൽ പിടിച്ചു പറയും. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച അതേ നിബന്ധനകൾ ഇപ്പോൾ തോറ്റു നിൽക്കുന്ന തങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നറിഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സെലൻസ്കി. സെലൻസ്കിയുടെ അലർച്ച പുറത്തുനിന്ന് ജീവനക്കാർ പോലും കേട്ടു. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെലൻസ്കി അലറി വിളിച്ചപ്പോൾ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി പേടിച്ചു വിറച്ചു പോയെന്നാണ്. അത്രമാത്രം വൈകാരികമായി സെലൻസ്കിക്ക് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഇതിങ്ങനെ സംഘർഷം തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും ട്രംപ് പറയുന്നു, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു, വാഷിംഗ്ടണും കീവും തമ്മിൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നു, ഞങ്ങളുടെ യുദ്ധച്ചെലവ് ഞങ്ങൾ എടുക്കും, അതിന് കീവ് തയ്യാറാണ് എന്ന്. വാസ്തവത്തിൽ ഇത് അടിച്ചേൽപ്പിക്കലാണ്. ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ഒഴിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഒരു അടിച്ചേൽപ്പിക്കലാണ്. സൗദി സഹായിക്കുമെന്ന് പറഞ്ഞു സൗദി എതിർത്തു. പക്ഷേ സൗദി തന്നെയാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾക്ക് ഇടമൊരുക്കി കൊടുത്തത്. അതുകൊണ്ട് ട്രംപ് അടിച്ചേൽപ്പിക്കുകയാണ്, പിടിച്ചു പറിക്കുകയാണ് എന്ന് കരുതേണ്ടി വരും. ഇത് യൂറോപ്പിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത വളർത്തും. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെത്തി. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തെന്ന് പറയേണ്ടി വരും. രണ്ട് തരത്തിൽ അപമാനിച്ചു. വൈറ്റ് ഹൗസിലെത്തിയ മാക്രോണെ സ്വീകരിക്കാൻ ട്രംപ് ഇറങ്ങി വന്നില്ല. ട്രംപ് മുറിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ മാക്രോണെ സ്വീകരിക്കാൻ അയച്ചത് വൈറ്റ് ഹൗസിലെ ഒരു ജീവനക്കാരനെയാണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്. അണുവായുധമുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് ഓർക്കണം. രണ്ടാം ലോകയുദ്ധമടക്കം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അമേരിക്കയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച രാജ്യമാണ്. ആ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ചെന്നപ്പോൾ ഗൗനിച്ചേയില്ല. എന്ന് മാത്രമല്ല, പ്രസിഡന്റ് തന്നെ കസേരയിലിരുന്നു. അപ്പുറയും ഇപ്പുറയും ഒരു കസേരയിടാൻ ഇടപോലുമില്ലായിരുന്നു എന്ന് ദൃശ്യങ്ങൾ കാണിക്കുന്നു. ഒടുവിൽ കഷ്ടപ്പെട്ട് കാലുപോലും മടക്കാനാവാതെ ട്രംപിന്റെ ഇപ്പുറത്ത് ഒരു ചെറിയ കസേരയിലിരിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ബോധപൂർവ്വം പരിഹസിച്ചതാണ്, അപമാനിച്ചതാണ്. പിന്നീട് സംയുക്ത പത്രസമ്മേളനം നടത്തിയപ്പോഴും ഈ അകൽച്ച വ്യക്തമായിരുന്നു. വളരെ വ്യക്തമായി തന്നെ ട്രംപിന് പറയാനുള്ളത് പറഞ്ഞു. മാക്രോൺ പറഞ്ഞതൊന്നും ട്രംപ് ശ്രദ്ധിച്ചില്ല എന്ന അവസ്ഥയുണ്ട്. എന്ന് മാത്രമല്ല, ട്രംപ് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുക, എങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ. നിങ്ങൾ തോന്നിയതുപോലൊന്നും ചെയ്യരുത്. റഷ്യയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് താൻ ഇങ്ങനെ നിലപാടെടുത്തത്. മര്യാദയ്ക്ക് യുക്രൈനോട് പറയുക, ഒപ്പിട്ടിട്ട് കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോവാൻ. അമേരിക്കയുടെ ചെലവിൽ ആരും അവരുടെ രാജ്യം വളർത്തണ്ട എന്ന് ട്രംപ് പറയുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിൻ്റെ സന്ദർശനം തന്നെ അപ്രസക്തമാവുകയാണ്. സമാനമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വ്യാഴാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പോകുന്നുണ്ട്. കീർ സ്റ്റാർമറുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായിരിക്കും. കാരണം കീർ സ്റ്റാർമർ ഒരു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, ലേബർ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ട്രംപിന് ഈ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാരെ കണ്ടുകൂടാ. കീർ സ്റ്റാർമറെയും ബ്രിട്ടനെയും കൂടെ അധിക്ഷേപിക്കാറുണ്ട്. അയാൾ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് അയാൾ വരുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ നാണമില്ലാതെ കീർ സ്റ്റാർമർ പോവുകയാണ്. അവരുടെ വിഷയം എങ്ങനെയെങ്കിലും യുക്രൈനെ രക്ഷിക്കണമെന്നതാണ്. പക്ഷേ ട്രംപിന് യാതൊരു താല്പര്യവുമില്ല. ട്രംപ് താൻ പിടിച്ച മുയലിനെ 4 കൊമ്പ് എന്ന നിലപാടിൽ മുമ്പോട്ട് പോവുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം. പക്ഷെ അതിന് ചെലവ് മുഴുവൻ യുക്രൈൻ കൊടുക്കണം. യുക്രൈന് ഭൂമി നഷ്ടമുണ്ടാവണം. ആ സാമ്പത്തിക നഷ്ടം, ബൈഡന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം, യുക്രൈൻ കരാറുണ്ടാക്കി വാങ്ങിയതൊന്നുമല്ല. ബൈഡന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം മുഴുവൻ യുക്രൈൻ തീർക്കണമെന്നൊക്കെ പറയുന്നത് അനുചിതമാണ്. എന്തായാലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള അകൽച്ച കൂടി വരുന്നു. യൂറോപ്പിനെ അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയുന്നൊരവസ്ഥ. വല്ലാത്തൊരു ദയനീയമായ സാഹചര്യമാണ് യൂറോപ്പിൽ രൂപപ്പെടുന്നത്. മൂന്നാം ലോക മഹായുദ്ധം പോലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. കാത്തിരിക്കാം, വരാൻ പോകുന്ന 4 വർഷം എന്തൊക്കെ സംഭവിക്കുമെന്നറിയാൻ.